OSCPൻ്റെ ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ, ഒരു OSCP പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ എന്ത് ചെയ്യേണ്ടി വരും? പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പണ്ടൊക്കെ ഹാക്ക് ദ ബോക്സ് അല്ലെങ്കിൽ ട്രൈ ആക്മി ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിച്ച് അതിനകത്ത് CTF കളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഇതിൻ്റെ കോഴ്സിൻ്റെ മൊഡ്യൂൾ കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ പഠിക്കാൻ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പഠിക്കുക എന്ന് പറയില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കുന്ന, അല്ലേ, മെമ്മറിയിൽ നിൽക്കണം. എസ്പെഷ്യലി സൈബർ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഡെയിലി കണ്ടൻറ്റ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മൾ എത്ര സ്റ്റോർ ചെയ്ത് വെക്കും? നമ്മൾ കമ്പ്യൂട്ടേഴ്സൊന്നുമല്ല, മനുഷ്യന്മാരല്ലേ. അപ്പോൾ ബേസിക്കലി അതിനകത്ത് വരുന്ന കണ്ടൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി വാലിഡേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഈ സർട്ടിഫിക്കറ്റുള്ള ആളെടുത്താൽ ഇയാൾക്ക് ഇന്ന കേപ്പബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വാല്യൂ വരുന്നത് അങ്ങനെയാണ്. ഇനി അതേപോലെ തന്നെ തിയററ്റിക്കലി ഉണ്ട്, അതേപോലെ പ്രാക്ടിക്കൽ എക്സാമും വരാറുണ്ട്, ലാബുകളായിട്ടും വരാറുണ്ട്. പിന്നുള്ളത് MCQ. അപ്പോൾ ഈ CH പോലുള്ള അല്ലെങ്കിൽ കോംറ്റിൻ്റെ ഒക്കെ ഭൂരിഭാഗം വരുന്നത് MCQ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസും ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനം അതാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ചെയ്ത ഒരാൾക്ക് മാത്രമേ ഭൂരിഭാഗം ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ലോജിക്കലി ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാൻ പറ്റണം. ലാബാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിന് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ആ ഒന്നും അറിയാത്ത സാധനങ്ങളാണെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്നിപ്പോൾ എന്ത് സാധനം കിട്ടാത്ത, അപ്പോൾ സാധനങ്ങൾ എടുക്കുക ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതങ്ങനെയല്ല. ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, MCQ ഇല്ലെങ്കിൽ. അപ്പോൾ ബേസിക്കലി ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കേഷൻ എന്നുള്ളതല്ല ഫസ്റ്റ് പ്രയോറിറ്റി, സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.